ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആക്റ്റീവ് 5G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണതേ ആക്സിലേറ്റർ ചെക്കപ്പ്, അതായത് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടുന്നില്ല, അത് വലിയ കിട്ടാത്തൊരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ പിക്കപ്പ് ലോ, മെയിൻ സെയിം ഇത് തന്നെയാണ്, പിക്കപ്പ് കുറവ് കാണിച്ചാണത് ഒറ്റ കാരണമാണ് മെയിനായിട്ട്. പിന്നെ ഹാൻഡിൽ വൈബ്രേഷൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും ക്ലച്ചിൻ്റെ ഭാഗത്ത് പൊടി കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വൈബ്രേഷനാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ സർവീസ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 മാസം കഷ്ടിയായിട്ടുള്ളൂ. അപ്പോൾ ജനറൽ സർവീസായിട്ട് ചെയ്തോളാം എന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷേ നമുക്ക് 2 മാസം കൂടി ഉണ്ട്. 8-ാം മാസമാണ് നമുക്ക് സർവീസ് വരാം. 8-ാം മാസം 15-ാം തീയതി നമുക്ക് സർവീസിൻ്റെ ഒരു പീരീഡ് കിടക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് അയച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ആ കംപ്ലൈൻറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ വൈബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം ഒന്ന് അയച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത് നിലവിൽ സർവീസിൽ ചെയ്തതാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലച്ച് ഔട്ടിനകത്ത് ഈ ലൈനറോ അറിയുന്ന പൊടി കാര്യങ്ങൾ വരും അതിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ എങ്ങനെ നോക്കിയാലും കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. പിന്നെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് മഴയുടെ ഒരു ഇതുള്ളതും കൊണ്ട്, ഒരു പ്രോബ്ലം ഉള്ളതും കൊണ്ട് കൂടി അത് ആ പൊടി ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പോവില്ല. ക്ലിയറായിട്ട് ഒരു ഈർപ്പം വെച്ചിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ജർക്കിങ്ങാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വലിയ കൃത്യമായിട്ട് കിട്ടാതെ കൊണ്ട് റേസ് കറക്റ്റായിട്ട് ആവാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി നമ്മൾ അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ കഴിഞ്ഞ സർവീസിലായാലും നമ്മൾ കാർബറേറ്ററുടെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ടായില്ല, കാരണം അന്ന് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ മാത്രം അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. വേറെ പറയത്തൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ നമുക്ക് അങ്ങോട്ട് കംപ്ലയിൻ്റ് ഇല്ല. അതായത് ആ വലിയുടെ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ക്ലച്ച് വൈബ്രേഷൻ ആയാലും വലിയ കാര്യമായുള്ള രീതിയിലൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്നാൽ പോലും നമ്മൾ അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ അതുകൂടി കഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ ക്ലീനിങ്ങും ക്ലച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക്. ജനറലായിട്ട് വന്ന സർവീസ്, പീരിയോഡിക് സർവീസ് വന്നത് 8-ാം മാസം 15-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അത് ആ ടൈമിൽ ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആ ടൈമിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ 2 മാസമായിട്ട് ചെയ്താൽ മതി. ബാക്കിയത്തെ ഈ പറഞ്ഞ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം വന്ന ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വാട്ടർ സർവീസ്, കാർബറേറ്റർ ക്ലീനിങ്, കാർബറേറ്റർ ക്ലീനർ സ്പ്രേ എടുക്കേണ്ടി വരും, അത് സ്ലോ ജെറ്റ് മാറ്റേണ്ടി വരും അതട്ടോ. അപ്പോൾ അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണേ. നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തരാം കേട്ടോ.